വയനാട് പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യജീവനുകൾ ഉൾപ്പെടെ രക്ഷിക്കുവാനുള്ള കണ്ടുപിടുത്തങ്ങൾ വരെ കുരുന്നുകൾ കാട്ടിത്തരുന്ന എക്സിബിഷനാണ് നെയ്യാറ്റിൻകരയിൽ നടക്കുന്നത്. വിശ്വഭാരതി പബ്ലിക് സ്കൂളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സയൻസ് എക്സ്പോ 2024 ഇത്തരത്തിൽ കുഞ്ഞു മനസ്സുകളിൽ നിന്ന് വലിയ ചിന്തകളിൽ എത്തി നിൽക്കുന്നത്. എക്സ്പോ ഉദ്ഘാടനം ചെയ്ത നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ PK രാജ്മോഹനൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ കുരുന്നുകളുടെ കഴിവിനെ പ്രശംസിക്കുകയും ചെയ്തു. വിശ്വഭാരതി പബ്ലിക് സ്കൂൾ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ V. വേലപ്പൻ നായർ എക്സ്പോ ഉദ്ഘാടന ചടങ്ങിലെ അധ്യക്ഷനായി. നമ്മുടെ 6-7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ തയ്യാറാക്കിയ ചെറിയ ഒരു എക്സിബിഷൻ എക്സ്പോ. ഇതിൻ്റെ നമ്മുടെ സീനിയർ പ്രിൻസിപ്പൽ ജയദേവൻ സാറുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഇതിൻ്റെ ഇനാഗുറേഷന് നമ്മുടെ 6-7 സ്റ്റാൻഡേർഡുകളിലെ ടീച്ചേഴ്സും ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന അനന്തു സാറും എല്ലാവരും കൂടെ എന്നോട് ആവശ്യപ്പെട്ടു. ഈ എക്സിബിഷൻ കുട്ടികൾ തയ്യാറാക്കിയതാണ്, 2 സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ്. യോഗത്തിൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ RV സനിൽകുമാർ, കൗൺസിലർ ഗ്രാമം പ്രവീൺ, പ്രിൻസിപ്പൽ GP സുജ എന്നിവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകൾ, സെൻസർ അലാറം, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണ്ടെത്തുവാനുള്ള നൂതന സംവിധാനങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ഇത്തരം ശാസ്ത്രമേളകൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുവാൻ സഹായകരമാകുമെന്ന് നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ PK രാജ്മോഹനൻ അഭിപ്രായപ്പെട്ടു. 6-7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ശാസ്ത്ര എക്സ്പോയാണ് ഇന്നിവിടെ ആരംഭിച്ചത്. ഈ സ്കൂളിൽ തന്നെ അല്പദിവസത്തിന് മുമ്പ് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചു. വിശ്വഭാരതി സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെയും സർഗവാസനയും നൈപുണ്യവും വളർത്തിയെടുക്കാൻ വേണ്ടി നൽകുന്ന പ്രചോദനങ്ങളാണ് വിശ്വഭാരതി പബ്ലിക് സ്കൂളിൻ്റെ പ്രത്യേകത. ഇതൊരു ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഇത് ഓൺ ചെയ്യുമ്പം ഇത് വൈബ്രേറ്റ് ആവുന്നുണ്ട്. വൈബ്രേറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ലാൻഡ് സ്ലൈഡ് വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ടിനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്ത് അലാറമായിട്ട് മാറ്റുന്നത്. ഇതിപ്പം ഇത് റിയൽ ലൈഫ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഈ ഇൻഫ്രാസോണിക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസികൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബോർഡിൻ്റെ സെർവറിലോട്ട് പോവുകയും അവിടെ നിന്നുള്ള മെസ്സേജ് സിറ്റിസൺസിൻ്റെ ഫോണിലോട്ട് വരികയും ഇവിടെ ഉള്ളവരൊക്കെ ഇത് വരുന്നതിനെ പറ്റിയുള്ളൊരു വാർണിംഗ് മെസ്സേജ് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. കണ്ടെത്താനുള്ള കാരണം എന്ന് വെച്ചാൽ വയനാട് ദുരന്തം അത് നമ്മളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. നമ്മൾ തന്നെ അതിന് ഒരുപാട് ഡൊണേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയൊരു സംഭവം നിലവിൽ വന്നാൽ വയനാട്ടിൽ ഇനിയും ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുള്ള കുറേ പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ള ആൾക്കാർക്കൊരു സുരക്ഷയായി മാറുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കാൻ തോന്നിയത്. ഈ ആശയം നമ്മൾ പ്രധാനമായിട്ടും കണ്ടെത്തിയത് ന്യൂസ് പേപ്പറുകളിലൂടെയും പിന്നെ TV വാർത്താ റിപ്പോർട്ടുകളിലൂടെയും തന്നെയാണ്. പിന്നെ നമ്മൾ 4 പേരുണ്ട്, ഇപ്പം നമ്മൾ 2 പേരേ ഉള്ളൂ, ബാക്കി 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ചാണ് ഇങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്തെടുക്കുക എന്ന് തീരുമാനിച്ചത്. GTV ന്യൂസ് നെയ്യാറ്റിൻകര.